ഇന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. നമ്മൾ സാൻഡ്വിച്ചസ് ഉണ്ടാക്കുമ്പം ബ്രെഡിൻ്റെ എഡ്ജ് പോർഷൻ നമ്മൾ കട്ട് ചെയ്യാറുണ്ടല്ലോ. ആ ബാക്കി വരുന്ന പോർഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്നാക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബ്രെഡ് ഒരു പാനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു സവോളയാണ് വേണ്ടത്. സവോള ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതേ പാത്രത്തിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. പിന്നീട് ആവശ്യത്തിന് മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വശം നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ കിട്ടണം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നല്ല മൊരിഞ്ഞിരിക്കും. രണ്ട് വശവും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണിക്ക് ചായയുടെ കൂടെ ജ്യൂസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇന്നത്തെ സ്നാക്സിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി 2 ഓറഞ്ച് ജ്യൂസ് എടുത്തു, പിഴിഞ്ഞു കുടിച്ചു. നല്ല യമ്മിയായിരുന്നു. രണ്ടും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണാം.